ക്രെഡിറ്റ് കാർഡിനെ ആസ്പദമാക്കി ആരംഭിച്ച നോ കോസ്റ്റ് EMI സംവിധാനത്തിന് ഇന്ത്യയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഫെസ്റ്റിവൽ സീസണുകളിൽ ധാരാളം ഉപകരണങ്ങൾ വാങ്ങേണ്ടതിനാൽ എല്ലാ ആളുകളും ഇതിനെ കൂടുതലായി ആശ്രയിക്കുന്നുമുണ്ട്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചിലവില്ലാതെ വിലയേറിയ ഉൽപ്പന്നങ്ങൾ തവണകളായി അടയ്ക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നുണ്ട്. എന്നാൽ ഈ സംവിധാനം ഉപഭോക്താക്കൾക്ക് യഥാർത്ഥത്തിൽ ലാഭകരമാണോ എന്നതിനെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നുണ്ട്. നോ കോസ്റ്റ് EMI എന്നത് ഒരു പേയ്മെന്റ് മാർഗമാണ്. ഇതിൽ ഉപഭോക്താക്കൾക്ക് വിലയേറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങി അതിൻ്റെ മുഴുവൻ തുകയും പല തവണയായി അടയ്ക്കാൻ സാധിക്കും. പൊതുവെ ഒട്ടുമിക്ക എല്ലാവരും ഇത്തരത്തിലൊന്ന് നൽകുന്നുണ്ടെങ്കിലും ചില പ്രത്യേക ബാങ്കുകൾ മാത്രം ഈ ഇടപാടുകൾക്ക് പലിശ ഈടാക്കുന്നില്ല. അതായത് EMI അടച്ചു തീർന്നാലും സാധനത്തിന്റെ വിലയേക്കാൾ അധികം നൽകുന്നില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്രമുഖ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും HDFC ബാങ്ക്, SBI, ICICI ബാങ്ക് തുടങ്ങിയ മുൻനിര ബാങ്കുകളും ചേർന്ന് ഈ സേവനം ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നോ കോസ്റ്റ് അല്ല. ഉപഭോക്താക്കൾക്ക് നേരിട്ട് പലിശയൊന്നും അടയ്ക്കേണ്ടതില്ലെങ്കിലും ചില മറഞ്ഞിരിക്കുന്ന ചെലവുകൾ ഇവിടെയും ഉണ്ടാവാറുണ്ട്. പലിശയുടെ ചെലവ് വ്യാപാരി വഹിക്കുന്നതിനേക്കാൾ ഉൽപ്പന്നത്തിന്റെ വിലയിലേക്കാണ് ഈ ചെലവ് ഉൾപ്പെടുത്തുന്നത്. കൂടാതെ ചില ബാങ്കുകൾ 1% മുതൽ 3% വരെ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കാറുണ്ട്. നോ കോസ്റ്റ് EMI മാർഗം കൃത്യമായ വിലനയം ലംഘിക്കാൻ കാരണമാകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നോ കോസ്റ്റ് EMIയുടെ ഗുണങ്ങൾ പരിശോധിച്ചാൽ ചെറിയ തവണകളായി പണം അടയ്ക്കാമെന്നതാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ EMI അംഗീകാരം ലഭിക്കുകയും സാമ്പത്തികത്തെ ബാധിക്കാത്ത കാലാവധിയുമാണ്. ഇതിന്റെ ദോഷങ്ങൾ പരിശോധിച്ചാൽ ഉൽപ്പന്ന വില ഉയർത്തി പലിശ വഹിക്കാനും പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കാനും സാധ്യതയുണ്ട് എന്നതാണ്. EMI അടയ്ക്കാൻ കഴിയാതെ വന്നാൽ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് മാത്രം ഈ പദ്ധതിയിൽ പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രെഡിറ്റ് കാർഡിനെ നോ കോസ്റ്റ് EMI പദ്ധതി വലിയ ചെലവുള്ള സാധനങ്ങൾ വാങ്ങാൻ വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ ഇതിന് പിന്നാലെയുള്ള മറിഞ്ഞിരിക്കുന്ന ചെലവുകളും നിബന്ധനകളും മനസ്സിലാക്കാതെ ഇതിലേക്ക് കടക്കുന്നത് സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിച്ചേക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുകയോ ഒരു സാമ്പത്തിക ഉപദേശകരുടെ സഹായം തേടുകയോ ചെയ്യണം. സമഗ്രമായ അവലോകനം നടത്തി മാത്രം നോ കോസ്റ്റ് EMI തിരഞ്ഞെടുക്കുക. അതുവഴി നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും.